ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. ലോക്സഭാ ഇലക്ഷന് ഇനി മണിക്കൂറുകൾ മാത്രം. കൊട്ടിഘോഷിച്ച് 1.5 മാസമായി നടത്തിവന്ന പരസ്യ പ്രചാരണത്തിന് സമാപനമായി. മൂവാറ്റുപുഴയിൽ 3 മുന്നണികൾക്കും പ്രത്യേകം സ്ഥലമാണ് കൊട്ടിക്കലാശത്തിനായി ഒരുക്കിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 1 മാസത്തിലേറെ നീണ്ടുനിന്ന പരസ്യപ്രചാരണങ്ങൾക്ക് സമാപനമായി. നാടും നഗരവും ഇളക്കിമറിച്ചുള്ള പ്രചാരണമാണ് 3 മുന്നണികളും നടത്തിയത്. LDF-നായി ജോയ്സ് ജോർജും UDF സ്ഥാനാർത്ഥിയായി ഡീൻ കുര്യാക്കോസ്, NDA സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥൻ എന്നിവർ തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. മൂവാറ്റുപുഴയിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള പ്രചാരണമാണ് നടത്തിയത്. മൂന്ന് മുന്നണികൾക്കും വെവ്വേറെ സ്ഥലങ്ങളാണ് കലാശക്കൂട്ടിനായി അധികൃതർ നിശ്ചയിച്ചിരുന്നത്. നെഹ്റു പാർക്ക് NDAയ്ക്കും കച്ചേരിത്താഴത്ത് LDF-നും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ UDF-നും കലാശക്കൂട്ടിനായി സ്ഥലം ഒരുക്കിയിരുന്നു. വലിയ ആവേശമാണ് എല്ലാ മുന്നണികളിൽ നിന്നുമുള്ള പ്രവർത്തകർ കലാശക്കൂട്ടിൽ കാഴ്ചവെച്ചത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇലക്ഷൻ പ്രചരണ കാലത്ത് കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. എന്നാൽ കലാശക്കൂട്ടിൽ ഇതൊന്നും പ്രവർത്തകരെ ബാധിച്ചില്ല. 100ഓളം പോലീസുകാരാണ് സുരക്ഷാ സംവിധാനങ്ങൾക്കായി ഉണ്ടായിരുന്നത്. കേന്ദ്രസേന അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. കൃത്യം 6 മണിക്ക് തന്നെ 3 മുന്നണികളും പരസ്യപ്രചാരണം അവസാനിപ്പിച്ചു. നാളെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ പോളിംഗിനായി തയ്യാറെടുക്കുന്നതിനുള്ള തിരക്കിലേക്ക് പ്രവർത്തകർ നീങ്ങി. GGC HUK പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത്ത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.